നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രശ്നം ഇത് നോക്കിയിട്ട് തിരുമേനി എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സമയദോഷം ഉണ്ടെന്നാ തിരുമേനി പറഞ്ഞത്. പരിഹാരമില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ ചെറിയൊരു വഴിപാട് കൊണ്ടൊന്നും ഈ സമയദോഷത്തെ മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. ഒരു പരിഹാരം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു 7 ദിവസത്തേക്കെങ്കിലും ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും. സൂര്യമംഗലത്ത് മന വരെ ഒന്ന് പോകണം. അവിടത്തെ ഇളയത് തിരുമേനിയെ ഒന്ന് കാണണം. എന്താ വേണ്ടതെന്ന് അദ്ദേഹം ഉപദേശിക്കും. അതനുസരിക്കല്ലാതെ വേറെ പ്രതിവിധിയില്ല. നോക്ക് ഗൗതം, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. നാളെ തന്നെ നിങ്ങൾ സൂര്യമംഗലം മനയിലേക്ക് പോയി തിരുമേനിയെ കാണണം. അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങൾ രണ്ടും കൂടി 7 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാ? സമയദോഷം ഗൗതമനല്ലേ? അതിന് രണ്ടുപേരും കൂടെ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. രണ്ടുപേരും പോണെന്ന് തിരുമേനി പറഞ്ഞത്. ഇപ്പോഴത്തെ എല്ലാ കഷ്ടകാലങ്ങളും മാറി ഗൗതമനും നിധിക്കും യഥാർത്ഥ രാജയോഗം വരണമെങ്കിൽ ഈ പൂജകൾ നടത്തിയേ പറ്റൂ. നോക്കെടുത്തി, എല്ലാ കാര്യങ്ങളിലും ഇവൻ ഇവളെ കൂടെ വലിച്ചഴക്കേണ്ട കാര്യമൊന്നുമില്ല. ഗൗതം, ഇത് നിന്റെ ആവശ്യമാണ്. നീ തനിച്ചു പോയി പൂജ നടത്തിയാ മതി. ഞാൻ പൂജയ്ക്ക് പോവാൻ പാടില്ലെന്ന് ആന്റിക്ക് എന്താ ഇത്ര വാശി? വാശിയൊന്നുമില്ല. നിന്നെ കൂടി കെട്ടി എഴുന്നള്ളിക്കാൻ നിന്നാലേ ഈ പോക്ക് മുടങ്ങും. അതുകൊണ്ട് തന്നെയാ. ഒരു പോക്കും മുടങ്ങില്ല. നാളെ തന്നെ ഗൗതവും ഞാനും സൂര്യമംഗലം മനയിലേക്ക് പോവുകയും ചെയ്യും. ഓ, ആയിക്കോ. ആർക്കാ വിരോധം? മോനെ, ഇതിൽ ഉപേക്ഷ വിചാരിക്കല്ലേ. ഇത് നിന്റെ ജീവന്റെ കൂടി പ്രശ്നം. നിങ്ങൾ പോയേ പറ്റൂ. അമ്മ ടെൻഷൻ ആവാതിരിക്കെ, ഞങ്ങൾ പോവാം. എന്താ പോരെ? ഹലോ ആന്റി. എന്തൊക്കെയുണ്ട് ശിവാനി അവിടെ വിശേഷങ്ങള്? ആന്റിക്ക് എന്നോട് എന്തോ ചോദിക്കാനും പറയാനുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണല്ലോ ഈ വിളിയും വിശേഷം തിരക്കലും ഒക്കെ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല. അതാ ഞാൻ മിണ്ടായിരുന്നെ. ഒരു വിശേഷവും ഇല്ലേ? ഇവരെന്തോ അറിഞ്ഞിട്ടാണല്ലോ വിളിക്കുന്നത്. ഇനി സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ആകെ ഒരു മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു. ഓ, ഒന്നും പറയണ്ട ആന്റി. ഈ പ്രശ്നങ്ങൾക്കിടയിലും ഇന്നൊരു വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ പറ്റി. അവിടെയാണെങ്കിൽ എല്ലാം കോളമായി. ആ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ തന്നെയല്ലേ ഗൗതമും നിധി അവിടെ വന്നത്? അവരും ഉണ്ടായിരുന്നു. ആ 2 മുഖങ്ങൾ കണ്ടപ്പോ തന്നെ ഞങ്ങളുടെ സർവ്വ മൂടും പോയി കിട്ടി. ഇന്നലെ ഗൗതമും നിധിയും ആ ഫംഗ്ഷന് പോകുന്നെന്ന കാര്യം പറഞ്ഞ് നിന്നെ ഞാൻ വിളിച്ചപ്പോ നിങ്ങളും അതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നീ എന്താ ശിവാനി എന്നോട് പറയാതിരുന്നെ? അയ്യോ ആന്റി പറഞ്ഞപ്പോഴാ ഇങ്ങനൊരു കാര്യം ഞാൻ അറിഞ്ഞത് തന്നെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ CKC ഞങ്ങൾ എൻട്രി പാസ് കൊണ്ടുവന്ന് തന്നത്. സത്യം പറഞ്ഞ പോകണ്ടെന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും പ്രശ്നങ്ങളായിരുന്നു. വെടിവയ്പും ബഹളവും ഒക്കെ ആയിട്ട്. ആ, അതൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാ ഞാനിപ്പോ വിളിച്ചത്. ഇനി അതിനെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ ആകെ മൂഡ് ഓഫ്. ആന്റി വേറെ എന്തെങ്കിലും പറ. എങ്കിൽ കുറച്ചുകൂടെ മൂഡ് ഓഫ് ആവുന്ന വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് ഇവിടെ വലിയൊരു തിരുമേനി വന്നിരുന്നു. പുള്ളി എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടേ ഗൗതമിനെയും നിധിയെയും ദൂരെ ഏതോ ഒരു സ്ഥലത്ത് പൂജയും വഴിപാടും ഒക്കെ നടത്താനായിട്ട് പറഞ്ഞു വിടാൻ പോവാ. പൂജയും വഴിപാടും നടത്താനായിട്ട് ദൂരെ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്ന? സൂര്യമംഗലം മനയെന്നോ അവിടുത്തെ തിരുമേനി പറയുന്നതനുസരിച്ച് 7 ദിവസത്തെ പൂജ നടത്തണമെന്നൊക്കെ. എന്തോ അങ്ങനെ എന്തൊക്കെയോ പരിപാടിയാ. അവിടെ പോയി പൂജയും വഴിപാടും ഒക്കെ നടത്തി കഴിഞ്ഞാലേ അതോടെ ഗൗതമിനും നിധിക്കും നല്ല കാലം തുടങ്ങുമെന്നും പിന്നെ അവരെ പിടിച്ചാ കിട്ടില്ലെന്നും ഒക്കെയാ ഇവിടെ വന്ന് ആ തിരുമേനി പറഞ്ഞിട്ട് പോയത്. ഗൗതം പൊയ്ക്കോട്ടെ, അതിലെനിക്കൊരു വിരോധമില്ല. പക്ഷെ അവളുണ്ടല്ലോ, ആ നിധി, അവളുടെ പോക്ക് ഒരിക്കലും നിനക്ക് നല്ലതിനാവില്ല ശിവാനി. അറിയാലോ, ഇപ്പൊ തന്നെ നിനക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിലാ നിധി നിൽക്കുന്നത്. ഇനിയിപ്പൊ പോയി പ്രാർത്ഥനയും പൂജയും വഴിപാടും ഒക്കെ കഴിഞ്ഞ് അവള് തിരിച്ചു വന്നാലേ ഒരു നോട്ടം കൊണ്ട് തന്നെ നിന്നെ അവള് ഭസ്മാക്കി കളയും.
നിനക്ക് ഈശ്വരമംഗലത്തേക്ക് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ നാളെ ഇവിടുന്ന് ഗൗതം പുറപ്പെടുമ്പോ അവന്റെ കൂടെ നിധി പോവരുത്. അവളുടെ പോക്ക് തടയണം.